ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 57-ാമത്തെ ശ്ലോകം നോക്കാം. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതഃ തസ്യാപി ഭഗവാൻ കൃഷ്ണഃ കിമതദ്വസ്തുരൂപ്യതാം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ നമുക്കായി പറഞ്ഞു തന്നു, സർവചരാചരങ്ങളുടെയും രൂപത്തിൽ കുടികൊള്ളുന്നത് ആ ഭഗവാൻ ഒന്ന് മാത്രമാണ്. അത് മാത്രമാണ് ഇവിടെയുള്ളത്, എന്നും ഉണ്ടാവുന്നത്, നാശമില്ലാത്തതായിട്ടുള്ളത്. ചരിക്കുന്ന വസ്തുക്കളിൽ മാത്രമല്ല, വൃക്ഷങ്ങളായിക്കോട്ടെ, അല്ല ഇനിയും ജീവനില്ല എന്ന് തോന്നിക്കുന്ന ഒരു കല്ലിലു പോലും ഭഗവാനെ അവിടുത്തെ ചൈതന്യമാണ് കുടികൊള്ളുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. സർവ്വതിൻ്റെയും ആത്മസ്വരൂപമായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞു തന്നു. അതിന് നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭി നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ. അതായത് ഇവിടെ ഇല്ലാത്തതൊന്നും പുതിയതായി ഉണ്ടാകുന്നുമില്ല, ഉള്ളത് നാശമില്ലാത്തതുമാണ്. എന്നുമുള്ളതും എന്നും ഇവിടെ നിലനിൽക്കുന്നതും ആ ഈശ്വര ചൈതന്യം ഒന്ന് മാത്രമാണ്, ആ പരമാത്മ ചൈതന്യം ഒന്ന് മാത്രമാണ്. അത് പുതിയതായി ഉണ്ടാകുന്നില്ല, കാരണം അതിന് നാശമില്ല. അങ്ങനെയുള്ള ആ പരമാത്മ തത്വത്തെ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു. ഇനി ഈ ശ്ലോകത്തിൽ അത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ടിവിടെ പറഞ്ഞു തരികയാണ്. എന്താ? സർവേഷാം അപി. സർവേഷാം അപി ആണ് സർവേഷാം അപി. സർവേഷാം സകല വിധത്തിലുമുള്ളതായിട്ടുള്ള അപി വസ്തൂനാം. വസ്തൂനാം അപി എന്ന് പറഞ്ഞാൽ സർവ സാധനങ്ങളുടെയും ഭാവാർത്ഥോ. ഭാവാർത്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പരമാർത്ഥ സ്വരൂപം ഭവതി സ്ഥിതഃ. ഭവതി എന്ന് പറഞ്ഞാൽ ഈ ഭവത്തിൽ, ഈ പരിണാമത്തെ പ്രാപിച്ചതായ ഈ ഒരു കാരണത്തിൽ സ്ഥിതഃ സ്ഥിതമായിരിക്കുന്നു. തസ്യാപി. തസ്യ അപിയാണ് തസ്യാപി എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയുള്ള അതിൻ്റെയും പരിണാമത്തിന് വിധേയമാകുന്നതായിട്ടുള്ള സർവചരാചരങ്ങളുടെയും കാരണവും ഭഗവാൻ കൃഷ്ണ, ആ സർവൈശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാൻ തന്നെയാകുന്നു, ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. കിമതദ്വസ്തുരൂപ്യതാം. കിം അതതദ്വസ്തു. കിം അതല്ലാതെ എന്തുണ്ടെന്ന്. അതതത് വസ്തു, അങ്ങനെ ഭഗവാൻ അല്ലാതിരിക്കുന്നതായിട്ടുള്ള എന്തു വസ്തുവാണ് ഇവിടെ ഉള്ളത് എന്നൊന്ന് രൂപ്യതാം എന്ന് പറഞ്ഞാൽ നിരൂപിച്ചാലും, എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാലും, എന്നൊന്ന് മനനം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈശ്വരൻ മാത്രമേ ഇവിടെയുള്ളൂ. അതല്ലാത്തതായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. ഇന്ന് നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് പാരമാർത്ഥ്യം എന്ന് ചിന്തിക്കുന്ന മൂഢബുദ്ധി കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അല്ലാത്തതൊക്കെ ഇവിടെയുണ്ട് എന്നുള്ളത്. അതൊക്കെ കുമിള പോലെ പൊങ്ങി വരും. അതിനുശേഷം യാതൊന്നിൽ നിന്നും പൊങ്ങി വന്നോ അതിലേക്ക് തന്നെ അത് ലയിച്ചു ചേരുകയും ചെയ്യും. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള സർവസൃഷ്ടികളും സർവചരാചരങ്ങളും ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ സമയമെത്തുമ്പോൾ മടങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ആ സൃഷ്ടിക്കപ്പെട്ട ദേഹങ്ങളൊക്കെയും അതൊരു കുഞ്ഞു ചെടി മുതൽക്ക് ഒരു കുഞ്ഞൊരു വൃക്ഷത്തൈ മുതൽക്ക് അതിന് അനുനിമിഷം മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിണാമങ്ങൾക്ക് അത് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ വിത്തിൽ നിന്നും ആദ്യത്തെ ഒരു മുള പൊട്ടി ഒരു കുഞ്ഞു സസ്യമായി മാറുന്നു. അതിൽ നിന്നും അത് വലിയൊരു വൃക്ഷമായി മാറുന്നു. കാലാകാലങ്ങൾ എടുത്തുകൊണ്ട്
അങ്ങനെ അനുദിനം അനുനിമിഷം അത് പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും അപ്പോഴും ഒക്കെയും അതിൻ്റെ ഉള്ളിൽ മാറാത്തതായിട്ട്, മാറുന്നവയ്ക്കുള്ളിൽ, ചരിക്കുന്നവയ്ക്കുള്ളിൽ, ചരിക്കാത്തവയ്ക്കുള്ളിൽ മാറാത്തതായി നിലനിൽക്കുന്ന ഒന്നേയുള്ളൂ. അതാ ശ്രീകൃഷ്ണ പരമാത്മ തത്വം തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ നമുക്കറിയാം, ചെറിയ കുട്ടികളോട്, കുഞ്ഞു കുട്ടികളോട് നമ്മൾ ഇപ്പോൾ പേര് ചൊല്ലിയിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ആ കുഞ്ഞിൻ്റെ പേര് ചൊല്ലിയിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് പറയും. അതിനുശേഷം പിന്നീടുള്ള ഓരോ കാര്യത്തിലും അത് ഞാൻ 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 എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും അതിൻ്റെ പ്രയോറിറ്റി എന്താണ്? അത് മുൻഗണന നൽകുന്നത് തനിക്ക് തന്നെയാണ്. ഞാൻ 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 എന്നുള്ള ഒരു ഭാവമാണ്. അതില്ലാതെ അതിനൊരു നിമിഷം പോലുമില്ല ഓരോ ജീവനും. അങ്ങനെ ഒരു കുഞ്ഞൊരു അണ്ഡത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ ജീവനും സൃഷ്ടിയിലൂടെ അത് വീണ്ടും സ്ഥിതിയിലേക്ക് വരുന്നു. അങ്ങനെ നിലനിന്ന് സംഹാരത്തിലേക്ക് അടുക്കുന്ന നിമിഷം വരേക്കും അത് പലതരത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ കോശവും നശിച്ചു പോകുന്നുണ്ട്. അനേകം പുതിയ പുതിയ കോശങ്ങൾ വരുന്നുണ്ട്. അത് തലമുടി നാരിഴ മുതൽ നഖം വരേക്കും ഓരോ കോശവും നശിച്ചു പോകുമ്പോഴും പുതിയ ഓരോ കോശവും വരുമ്പോഴും എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തിന്, ഞാൻ എന്ന വികാരത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. ബാക്കിയെല്ലാം എൻ്റെ ശരീരത്തിലെ മാറുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരും, എൻ്റെ കാതുകൾക്ക് വ്യത്യാസം വരും, എൻ്റെ ഉള്ളിലെ അവയവങ്ങളുടെ പ്രവർത്തന ശൈലിക്ക് മാറ്റം വരാം, എൻ്റെ കൈകാലുകളുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരാം. ഒരു കുഞ്ഞായിരിക്കുമ്പോഴുള്ള കൈകാലുകളുടെ ശക്തിയും പ്രവർത്തന രീതിയുമല്ല സ്കൂൾ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ, അവിടെ നിന്നും കോളേജ് തലത്തിലേക്ക്, പിന്നെ ഉദ്യോഗ തലത്തിലേക്ക്, അതിനുശേഷം മറ്റ് ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അവയുടെ പ്രവർത്തി മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരുന്നു, പ്രവർത്തന രീതികൾക്ക് വ്യത്യാസം വരുന്നു, ആ ദേഹത്തിലെ ഓരോ കോശത്തിനും മാറ്റം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഉള്ളിൽ മാറാത്തതായിട്ട് ഞാൻ എന്നുള്ളത് നിലനിൽക്കുന്നു. ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഞാൻ എന്ന് പറയുന്നതും 10 വയസ്സുള്ള കുട്ടി ഞാൻ എന്ന് പറയുന്നതും 25 വയസ്സിലും 60 വയസ്സിലും പറയുന്നതും 80 വയസ്സിൽ പറയുന്നതും ഒരേ ഒന്നിനെ തന്നെയാണ് ഞാൻ 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 എന്ന് പറയുന്നത്. ആ ഞാൻ, തൻ്റെ ഉള്ളിലെ ആ പരമമായ സത്യം, തത്വം, അത് മാറ്റമില്ലാതെ ഈ ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോകുമ്പോഴും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം സംഹാരം വരെയുള്ള കാലയളവിനുള്ളിൽ എപ്പോഴും സദാ മാറ്റമില്ലാതെ തുടരുന്ന ആ ഞാനാണ് പരമാർത്ഥമായിട്ടുള്ളത്. ബാക്കിയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഞാൻ എന്നത് മാറാതെ നിൽക്കുന്നു. ആ ഞാൻ എന്ന സത്യം, അതെന്താണോ ആ പരമാത്മ ചൈതന്യം, അത് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നു. അത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ബാക്കി ഒന്നിലും നമുക്ക് മാറ്റമില്ലാത്തതായിട്ടുള്ള ഒന്നിനെ കാണുവാൻ കഴിയില്ല. ഈ പരമാർത്ഥ ചൈതന്യം ഒന്ന് മാത്രമാണ് എന്നും ഒറ്റുപോലെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്. സർവഭൂതങ്ങളിലും ഇവ അടങ്ങിയിരിക്കുന്നു. ഇവിടെ കാര്യകാരണ രൂപത്തിൽ കാണപ്പെടുന്നതായിട്ടുള്ള സകല പദാർത്ഥങ്ങളുടെയും സ്ഥിതിയും സൃഷ്ടിയും സംഹാരവും അതൊന്നിൽ തന്നെയാകുന്നു. ഇങ്ങനെ ഞാനെന്ന അനുനിമിഷം നമ്മൾ അനുഭവിക്കുന്ന ആ സത്യത്തെ നമ്മൾ നന്നായി ഒന്ന് മനനം ചെയ്താൽ, ഒന്ന് സൂക്ഷ്മമായി ഒന്ന് വിചിന്തനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും അതല്ലാതെ മറ്റൊന്നിവിടെ ഇല്ല എന്ന് സത്യം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ വസ്തുക്കളുടെയും പരമാർത്ഥ രൂപത്തിൽ കുടികൊള്ളുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, ആ അച്യുതൻ തന്നെയാണ്, ച്യുതിയില്ലാത്തവനായിട്ടുള്ള ആ ശക്തി തന്നെയാണ് എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിത തസ്യാപി ഭഗവാൻ കൃഷ്ണ കിമതദ്വസ്തുരൂപ്യതാം.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർവേഷാം അപി, അവിടെ മായുടെ അകാരം ശ്രദ്ധിക്കുക. സർവേഷാം അപിയാണ്. അതുപോലെ സ്ഥിത, കൃഷ്ണ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് കിമതദ്വസ്തു, അവിടെ ദ്വസ്തു എന്നുള്ളത് തന്നെ അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക, പദം പിരിക്കേണ്ടതില്ല. കിം അതത് വസ്തുവാണ്, അതദ്വസ്തു, അതതല്ല അതദ്വസ്തുവാണ്. കിം അതദ്വസ്തു, പദം പിരിക്കേണ്ട, മായുടെ ആകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 58-ാമത്തെ ശ്ലോകമാണ്. സമാശ്രിതായേ പദപല്ലവ പല്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപദാം ന തേഷാം. സമാശ്രിത, ആശ്രയിക്കുന്നവർക്ക്, യാതൊരാളാണോ സർവാത്മന ആശ്രയിക്കുന്നത്, യേ പദപല്ലവപ്ലവം, യഹ എന്ന് പറഞ്ഞാൽ യേ, യാതൊരാളാണോ സർവാത്മന ആശ്രയിക്കുന്നത് എന്തിനെ? പദപല്ലവപ്ലവം. പദപല്ലവം, ഭഗവാനെ അവിടുത്തെ ആ തൃപ്പാദങ്ങളാകുന്ന, പല്ലവം എന്ന് പറഞ്ഞാൽ ആ ചെന്തളിരിനോട് സാദൃശ്യം വഹിക്കുന്നതായിട്ടുള്ള അവിടുത്തെ തൃപ്പാദമാകുന്ന പ്ലവം എന്ന് പറഞ്ഞാൽ ആ തോണിയെ ആരാണോ സർവാത്മന ആശ്രയിക്കുന്നത്, മഹത്പദം പുണ്യയശോ മുരാരേ, മഹത്പദം മഹാന്മാർക്കും ആശ്രയമായിരിക്കുന്നതായിട്ടുള്ള ആ പുണ്യപാദങ്ങളെ, പുണ്യയശോ മുരാരേ, പുണ്യമായിട്ടുള്ള യശസ്സോടു കൂടിയിരിക്കുന്ന മുരാരെ, മുരൻ എന്ന അസുരന് അരിയായിട്ടുള്ളവനെ, ശത്രുവായിട്ടുള്ളവനെ, ഭവാംബുധിർ വത്സപദം പരം പദം, ഭവാംബുധിർ, ഭവാംബുധി എന്ന് പറഞ്ഞാൽ അംബുധി എന്നാൽ സാഗരം, ഭവം എന്നാൽ സംസാരം, ഈ സംസാര സാഗരത്തെ, വത്സപദം ഒരു പശുക്കുട്ടിയുടെ, വത്സം എന്നാൽ പശുക്കുട്ടി, പശുക്കുട്ടിയുടെ കുളമ്പ് പതിഞ്ഞ കുഴി പോലെ ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സാഗരത്തെ താണ്ടുക എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പ് മണ്ണിൽ ആണ്ടുപോയാൽ ഒന്ന് പതിയുന്നിടത്ത് എത്രമാത്രം ചെറിയൊരു കുഴിയാണോ ഉണ്ടാവുക, അതേപോലെയായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ, ഈ ഭവസാഗരത്തെ കടക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകുന്നില്ല എന്ന് തന്നെയല്ല, അത് വളരെ നിസ്സാരമായി മാറുന്നു, വളരെ ലളിതമായി മാറുന്നു. പരംപദം, ആ പരമപദം, പദം പദം യദ് വിപദാം ന തേഷാം, പദം പദം, പദം എന്ന് പറഞ്ഞാൽ സ്ഥാനമാകുന്നു, അങ്ങനെയുള്ള ആ പദം, ആ പരമമായ ശ്രേഷ്ഠമായ പാദങ്ങൾ സ്ഥാനമായി മാറുന്നു. യദ് വിപദാം, യാതൊരു വിപദാം എന്ന് പറഞ്ഞാൽ ആപത്തുകൾക്ക്, വിപത്തുക്കൾക്ക്, ന തേഷാം, അപ്പോൾ അങ്ങനെ അവർക്കത് വിഷയമായി ഭവിക്കുന്നില്ല. ഈ വിപത്തുക്കളൊക്കെ വന്നാലും യാതൊരാളാണോ ഭഗവാന്റെ ആ താമരപ്പൂ പോലത്തെ ചുവന്ന പാദങ്ങളാകുന്ന ആ തോണിയെ ആശ്രയിക്കുന്നത്, അവർക്ക് ഈ ഭവസാഗരം എന്ന് പറയുന്നത് അവർക്ക് ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പ് പതിഞ്ഞ ഇടത്തെ ജലം നിൽക്കുന്നത് പോലെ അത്ര ലളിതമായി ഭവിക്കുന്നു എന്ന് തന്നെയല്ല, വിപത്തുകൾക്ക്, ആപത്തുകൾക്ക് ആ പരമപദത്തെ ആശ്രയിക്കുന്നവർക്കൊന്നും യാതൊരു തരത്തിലുള്ള വിഷമതകളെയും അല്ലെങ്കിൽ ഒരു പോറലിനെ പോലും ഏൽപ്പിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവരെ സ്പർശിക്കുവാൻ എത്ര വലിയ വിപത്തുക്കളാണെങ്കിലും വിപത്തുക്കൾക്ക് പോലും കഴിയുന്നില്ല അവരെ ഒന്ന് വേദനിപ്പിക്കുവാൻ, ഒരു പോറലേൽക്കുവാൻ. അവരെ അല്പം പോലും അവരെ ആ വിപത്തുക്കൾ ഏൽക്കുന്നില്ല എന്നർത്ഥം. ഭഗവാന്റെ കഥകളെയൊക്കെ
ശ്രവിക്കുകയും കീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ അന്ധക്കരണ മാലിന്യത്തെയൊക്കെ കളഞ്ഞ് പരിശുദ്ധമാക്കുന്നതായിട്ടുള്ള ആ പുണ്യമായിട്ടുള്ള കീർത്തിയോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായിരിക്കുന്നതും കഴിഞ്ഞില്ല ബ്രഹ്മാദിദേവന്മാർക്കു കൂടി ആശ്രയമായിട്ടുള്ളതുമാണ്. ഇവിടെ അതാണ് പറഞ്ഞ മഹത്പദം, മഹാന്മാർക്കു പോലും ആശ്രയമായിരിക്കുന്നതുമായിട്ടുള്ള ആ പാദപല്ലവത്തെ ആശ്രയിക്കുന്നവർക്ക് സംസാര സമുദ്രം കടക്കുവാനുള്ള കപ്പലായിട്ട് ആ പാദപല്ലവങ്ങളോടുള്ള പ്രേമം അനുഭവസ്ഥമാകുന്നു. ഈ സംസാര ദുഃഖത്തെയൊക്കെ നിശേഷം തീർത്ത് ഭഗവാന്റെ പരമാത്മ സ്വരൂപത്തെ ധ്യാനിക്കുന്നവർക്ക്, ആ ബോധം ഉള്ളവർക്ക് ഭഗവാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന്, നീ വലിയ ഒരു സാഗരത്തെ കണ്ട് ഭയന്ന് നിൽക്കുകയല്ലേ, ഇത് സാഗരമൊന്നുമില്ല, ഇത് ഈ പശുക്കുട്ടിയുടെ കുളമ്പ് കൊണ്ടുണ്ടായ ചെറിയൊരു കുഴി മാത്രമാണ് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ അങ്ങനെ അവരെ സംരക്ഷിക്കുവാൻ സദാ കൂടെയുണ്ടാകുന്നു. അതായത് അവരുടെ സങ്കടങ്ങളെയൊക്കെ നിസ്സാരമാക്കി ഭഗവാൻ മാറ്റിക്കളയുന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇവിടെ ശ്രീ വ്യാസഭഗവാൻ നമുക്കായി പകർന്നു തന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപതാം ന തേഷാം. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണിത്. എങ്കിലും ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുരാരേ എന്ന് പറയുന്നിടത്ത് ഏകാരം നീട്ടിയെടുക്കണം. വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അതുപോലെ ഭവാംബുധിർവത്സപദം, ആ വാ കൂട്ടക്ഷരമാണ്. യദ്വിപതാം, യത് വിപതാമാണ്, പദം പിരിക്കേണ്ട. യദ്വിപതാം, ദ്വി എന്ന് തന്നെ വായിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് 59-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.